മുസ്ലിം ലീഗിലെ ടേം നിബന്ധനയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി, എം കെ മുനീർ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾക്ക് ഇളവ് നൽകിയേക്കും. പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന ആവശ്യം ശക്തമായതോടെ 3 ടേം മത്സരിക്കാത്തവരും ഇത്തവണ മാറി നിൽക്കും. പി കെ കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറിയേക്കുമെന്ന് സൂചനയുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി, എം കെ മുനീർ, പി കെ ബഷീർ, കെ പി എ മജീദ്, എൻ ഷംസുദ്ദീൻ, മഞ്ഞളാംകുഴി അലി, എൻ എ നെല്ലിക്കുന്ന, പി ഉബൈദുള്ള എന്നിവരാണ് 3 ടേമോ അതിലധികമോ പൂർത്തിയാക്കിയവർ. പി കെ കുഞ്ഞാലിക്കുട്ടിക്കും എം കെ മുനീറിനും ഇളവ് ലഭിക്കും. കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറിയേക്കും. അങ്ങനെയെങ്കിൽ ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം വേങ്ങരയിൽ മത്സരത്തിനിറങ്ങും. കെ പി എ മജീദ് 3 ടേം പൂർത്തിയാക്കി മാറി നിൽക്കാൻ ഇടയുള്ളതിനാൽ തിരൂരങ്ങാടിയിലും പി എം എ സലാമിന്റെ പേര് ചർച്ചയിലുണ്ട്. തിരൂരങ്ങാടിയിൽ പി എം എ സലാം അല്ലെങ്കിൽ വനിതാ ലീഗ് സംസ്ഥാന അധ്യക്ഷ സുഹ്റ മമ്പാട് മത്സരിച്ചേക്കും. എൻ ഷംസുദ്ദീൻ, പി കെ ബഷീർ, മഞ്ഞളാംകുഴി അലി എന്നിവർക്കും ഇളവ് ലഭിക്കുമെന്ന സൂചനകളുണ്ട്. ഏറനാട് എം എൽ എ പി കെ ബഷീറിന് ഇളവ് ലഭിക്കുകയാണെങ്കിൽ മണ്ഡലം മാറും. ഇസ്മായിൽ മൂത്തേടത്തിനാണ് ഏറനാട് സാധ്യത. കഴിഞ്ഞ തവണ താനൂരിൽ മത്സരിച്ച യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് കുന്നമംഗലത്തേക്ക് മാറിയേക്കും. എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസിനെ താനൂരിൽ പരിഗണിക്കുന്നു. എൻ എ നെല്ലിക്കുന്ന, കെ പി എ മജീദ്, പി ഉബൈദുള്ള എന്നിവരും 1 ടേം പൂർത്തിയാക്കിയ യു എ ലത്തീഫും ഇത്തവണ മാറി നിൽക്കും. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം, കോട്ടയ്ക്കലിൽ ആബിദ് ഹുസൈൻ തങ്ങൾ, തിരൂരിൽ കുറുക്കോളി മൊയ്തീൻ എന്നിവർ തുടരാൻ സാധ്യതയുണ്ട്. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ടി പി അഷ്റഫ് അലി, എം എസ് എഫ് ദേശീയ പ്രസിഡന്റ് പി വി അഹമ്മദ് സാജു, ചന്ദ്രിക ഫിനാൻസ് ഡയറക്ടറും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ പി എം എ സമീർ എന്നിവരുടെ പേരും വിവിധ മണ്ഡലങ്ങളിൽ പരിഗണിക്കുന്നതായി സൂചനകളുണ്ട്. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.